ദി വുൾഫ്സ് ലെയർ എസ്കേപ്പ് എ ഡാറിംഗ് റെസിസ്റ്റൻസ് മിഷൻ 1944 നൈറ്റ് വോൾവ്സ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ജൂതപക്ഷപാതികൾ കിഴക്കൻ യൂറോപ്പിലെ ഒരു നാസി തടങ്കൽപ്പാളയത്തിൽ ധീരമായ റെയ്ഡ് ആസൂത്രണം ചെയ്തു. അവരുടെ നേതാവ് ജേക്കബ് സിൽബർമാൻ ഹോളോകോസ്റ്റിൽ കുടുംബത്തെ നഷ്ടപ്പെട്ടു. മറ്റുള്ളവരെ രക്ഷിക്കാൻ തീരുമാനിച്ചു. മോഷ്ടിച്ച യൂണിഫോമുകളും വ്യാജരേഖകളുമായി SS ഓഫീസർമാരായി വേഷം മാറി ബെർലിനിൽ നിന്ന് ഓർഡറുകൾ നൽകുന്നതായി നടിച്ച സംഘം പിടിച്ചെടുത്ത സൈനിക ട്രക്ക് ക്യാമ്പിലേക്ക് ഓടിച്ചു. കാവൽക്കാർ സംശയിക്കാതെ അവരെ അകത്തേക്ക് അനുവദിച്ചു. അകത്തു കടന്നപ്പോൾ കക്ഷികൾ വേഗത്തിൽ പ്രവർത്തിച്ചു. അവർ ആശയവിനിമയങ്ങൾ പ്രവർത്തനഹിതമാക്കി ക്യാമ്പിനെ ശക്തിപ്പെടുത്താൻ വിളിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. തടവുകാരെ പിന്തുടരാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവർ തടവുകാരുടെ ബാരക്കുകൾ തുറന്നു. ആദ്യം പോഷകാഹാരക്കുറവുള്ള തടവുകാർ മടിച്ചു. എന്നാൽ അവരുടെ രക്ഷകർ യദിഷ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അത് യഥാർത്ഥമാണെന്ന് അവർക്ക് മനസ്സിലായി. അശ്രദ്ധ സൃഷ്ടിക്കാൻ കക്ഷികൾ ഒരു സ്റ്റോറേജ് കെട്ടിടത്തിൽ സ്ഫോടകവസ്തുക്കൾ സ്ഥാപിച്ച് തീ ആളിക്കത്തുന്നു. തീജ്വാലകൾ പടർന്നപ്പോൾ കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. തടവുകാർ രാത്രിയിൽ ഓടിപ്പോയി. ആശയക്കുഴപ്പത്തിലായ നാസി ഗാർഡുകൾ പ്രതികരിക്കാൻ പാടുപെട്ടു. ഏകദേശം 80 തടവുകാർ രക്ഷപ്പെട്ടു. പ്രതിരോധ പോരാളികൾ കാത്തുനിന്ന വനങ്ങളിൽ ഒളിച്ചു. നാസികൾ ഒരു മനുഷ്യവേട്ട ആരംഭിച്ചെങ്കിലും കക്ഷികൾ ഇതിനകം അപ്രത്യക്ഷമായി. രാത്രി ചെന്നായ്ക്കൾ യുദ്ധം അവസാനിക്കുന്നുവരെ അവരുടെ പോരാട്ടം തുടർന്നു. അവരുടെ ധീരമായ രക്ഷാപ്രവർത്തനം യഹൂദരുടെ ചെറുത്തുനിൽപ്പിന്റെ ഏറ്റവും ഐതിഹാസികമായ പ്രവർത്തനങ്ങളിൽ ഒന്നായി അവശേഷിക്കുന്നു. ഭീകരതയുടെ മുഖത്ത് ധൈര്യം, ചാതുര്യം എന്നിവയുടെ ഒരു തെളിവ്.